2020 ലോകകപ്പിൽ സൂപ്പർ 8 പാകിസ്ഥാനും ന്യൂസിലാൻഡും തമ്മിലുള്ള ആദ്യ മത്സരം മഴ കൊണ്ടുപോയി. കൊളംബോയിൽ മഴ പെയ്തതിനെ തുടർന്ന് മത്സരം ഉപേക്ഷിക്കപ്പെടുകയായിരുന്നു. സൂപ്പർ 8 റിസർവ് ദിനം ഇല്ലാത്തതിനാൽ ഇരു ടീമിനും ഓരോ പോയിന്റ് വീതം പങ്കിട്ട് നൽകി. ആദ്യ മത്സരം തന്നെ മഴ മൂലം ഉപേക്ഷിക്കപ്പെട്ടതോടെ വെട്ടിലായിരിക്കുകയാണ് പാകിസ്ഥാനും ന്യൂസിലാൻഡും. സെമി ഫൈനൽ ഉറപ്പിക്കണമെങ്കിൽ ഗ്രൂപ്പിൽ അവശേഷിക്കുന്ന 2 മത്സരങ്ങളിൽ വിജയിക്കണം. ഇംഗ്ലണ്ട്, ശ്രീലങ്ക ടീമുകൾക്കെതിരെയാണ് ഇനിയുള്ള മത്സരങ്ങൾ. ഇതോടെ ഇനിയുള്ള 2 മത്സരങ്ങളും ഇരു ടീമുകൾക്കും ജീവൻ മരണ പോരാട്ടമാണ്. കൂടുതൽ പ്രഹരമേറ്റിരിക്കുന്നത് പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ്റെ മത്സരങ്ങളെല്ലാം ശ്രീലങ്കയിൽ നടക്കുന്നതിനാൽ മഴ വലിയ ഭീഷണി തന്നെയാണ്. പാകിസ്ഥാൻ്റെ സെമി ഫൈനൽ പ്രതീക്ഷകൾക്കാണ് ഇപ്പോൾ വലിയ തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. ശേഷിക്കുന്ന മത്സരങ്ങളിൽ തോൽവി സംഭവിച്ചാൽ പാകിസ്ഥാൻ്റെ മോഹങ്ങൾ തുലാസിലാകും. ഇംഗ്ലണ്ടും ശ്രീലങ്കയും ശക്തമായ വെല്ലുവിളി തന്നെയാകും ഉയർത്തുക. ഇംഗ്ലണ്ട് തുടക്കത്തിൽ പതറി നിന്ന ടീമാണെങ്കിലും പിന്നീട് അവർ മികച്ച കളി പുറത്തെടുത്താണ് സൂപ്പർ 8 കടന്നിരിക്കുന്നത്. ശ്രീലങ്കയാവട്ടെ സിംബാബ്വെക്കെതിരെ അപ്രതീക്ഷിത തോൽവി വഴങ്ങിയെങ്കിലും ലോകകപ്പിൽ അവർ ശക്തരായ ടീമാണ്. ശ്രീലങ്കൻ മണ്ണിൽ ശ്രീലങ്കയ്ക്കെതിരെയുള്ള മത്സരത്തിൽ പാകിസ്ഥാന് വിയർപ്പൊഴുക്കേണ്ടി വരും. ഇന്നലെ പാകിസ്ഥാൻ ന്യൂസിലാൻഡ് മത്സരത്തിന് ടോസ് ഇടാൻ കഴിഞ്ഞുവെങ്കിലും ടോസിന് ശേഷം മഴ പെയ്തതിനെ തുടർന്നാണ് കളി ഉപേക്ഷിക്കപ്പെടേണ്ടതായിട്ട് വന്നത്.